ഹരി ഓം. ദശകം 27, ശ്ലോകം 4. സന്ധാനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധോ. പദച്ഛേദം നോക്കാം. സന്ധാനം കൃതവതി ദാനവൈഹി സുര ഓഖേ. സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദര അദ്രിം. മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേ അസ്മിൻ ബദരം ഇവ ഉദ്വഹൻ ഖഗ ഇന്ദ്രേ. ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യഃ ത്വം വിനിഹിതവാൻ പയഃ പയോധൗ. സദ്യസ്ത്വം വിനിഹിതവാൻ പയഃപയോധൗ. സന്ധാനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയഃപയോധൗ. ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. സുരൗഖേ ദാനവൈഹി സന്ധാനം കൃതവതി. സുരൗഖേ ദേവന്മാർ. സുര ഓഖേ. ഓഖേ എന്ന് പറഞ്ഞാൽ ആ പ്ലൂറലിനെയാണ് കാണിക്കുന്നത്. ഓഖേ സുരന്മാരുടെ കൂട്ടത്തെ സുരന്മാർ മൊത്തം ദേവന്മാർ എന്നുള്ളത്. ആ സുരൗഖേ ദേവന്മാർ ദാനവൈഹി അസുരന്മാരുമായിട്ട് സന്ധാനം കൃതവതി സന്ധി ചെയ്തതിനു ശേഷം മന്ധാനം മന്ദരാദ്രിം മദേന നയതി. മന്ധാനം കടയാൻ വേണ്ടിയിട്ട് കടകോലായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആ മന്ദരപർവ്വതത്തെ മന്ദരാദ്രിം മന്ദരപർവ്വതത്തെ മദേന നയതി. മദേന അഹങ്കാരത്തോടെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആണ് മന്ധാനം മന്ദരാദ്രിം മദേന നയതി. മന്ധാനം കടയാൻ വേണ്ടിയിട്ടുള്ള ആ കടകോലായിട്ട് നിശ്ചയിച്ചിട്ടുള്ള മന്ദരപർവ്വതത്തെ മദേന നയതി അഹങ്കാരത്തോടുകൂടി എടുത്തുകൊണ്ട് പോകുമ്പോൾ. മന്ധാനം എന്ന് പറഞ്ഞാൽ ആ കടകോലിനെയാണ് ഉദ്ദേശിക്കുന്നത്. മന്ദരാദ്രി മന്ദരപർവ്വതത്തെ മദേന നയതി അഹങ്കാരത്തോടുകൂടി എടുത്തുകൊണ്ട് പോകുമ്പോൾ. അസ്മിൻ ഭ്രഷ്ടേ ആ ദേവന്മാർ വീണുപോകയാൽ ദേവന്മാർക്ക് അവർ ക്ഷീണം കാരണം അതിൻ്റെ ഭാരം സഹിക്കാൻ വയ്യാതെ അവർ വീണുപോകയാൽ സദ്യഃ ത്വം ബദരം ഇവ ഖഗേന്ദ്രേ ഉദ്വഹൻ പയഃപയോധൗ വിനിഹിതവാൻ. സദ്യഃ വേഗത്തിൽ നെന്തിരുവടി ലന്തപ്പഴത്തെ എന്ന പോലെ എന്തിനെ ആ മന്ദരപർവ്വതത്തിനെ ഗരുഡനിൽ എടുത്തുവെച്ച് പാലാഴിയിൽ കൊണ്ടുപോയി ഇട്ടു. സദ്യഃ വേഗത്തിൽ ത്വം നിന്തിരുവടി ബദരം ഇവ ഒരു ലന്തപ്പഴത്തിനെ എന്ന പോലെ. അപ്പം ഒരു പഴം പോലെയേ ഉള്ളൂ ഭഗവാന് ആ മന്ദരപർവ്വതം. അതാണ് ആ മന്ദരപർവ്വതത്തെ അതാണ് ബദരം ഇവ എന്ന് ഉപമിച്ചിരിക്കുന്നത്. ബദരം ഇവ ഖഗേന്ദ്രേ ഉദ്വഹൻ ഗരുഡനിൽ എടുത്തുവെച്ച് ഗരുഡനിൻ്റെ പുറത്തെടുത്ത് വെച്ച് ഖഗേന്ദ്രേ ഉദ്വഹൻ എന്ന് എടുത്തു വെച്ച് പയഃപയോധൗ വിനിഹിതവാൻ പാലാഴിയിൽ കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ ആ ഭഗവാന്റെ ഉപദേശങ്ങളനുസരിച്ച് ദേവന്മാർ ചെന്ന് അസുരന്മാരുമായിട്ട് സന്ധിയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് എന്താ ഇനി എന്തും സാധിക്കാം എന്നുള്ള ഒരു അഹങ്കാരം തോന്നി ഈ അസുരന്മാർക്ക്. ഇവർ പോയി ഭഗവാന്റെ ഉപദേശമൊക്കെ അനുസരിച്ച് അസുരന്മാരുമായിട്ട് സന്ധി ചെയ്തല്ലോ. എന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് പാലാഴി കടയുന്നതിന് കടക്കോലായിട്ട് നിശ്ചയിച്ചിട്ടുള്ള മന്ദരപർവ്വതം എടുത്ത് പുറപ്പെട്ടു. അപ്പോൾ വഴിക്ക് വെച്ച് ആ ഭാരം താങ്ങാനാവാതെ പലരും വീണുപോയി.
അപ്പോൾ ഭഗവാൻ അവിടെ ചെന്നിട്ട് ഒരു കൈ കൊണ്ട് മന്ദരപർവ്വതം ഗരുഡൻ്റെ പുറത്ത് വെച്ച് കൊണ്ടുപോയി പാലാഴിയിൽ ഇട്ടു. മന്ധാനം എന്ന് പറഞ്ഞാൽ ആ മന്ധാവിനെ എന്ന് പറഞ്ഞാൽ ആ കടക്കോലിനെ എന്നാണ് അർത്ഥം. മന്ധാഹ മന്ധാനോ മന്ധാനഹ. സന്ധാനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ.